ഇനി നമുക്ക് നമ്മുടെ ഒരു സെഗ്മെന്റിലേക്ക് പോവാം. മനസ്സ് പറയുന്ന കാര്യങ്ങൾ. എന്തുവാ സാറേ പണി? എടാ പണി എന്തായാലും ചെയ്തൂടെ? രൂപ 100 കിട്ടുന്നതാ. അതൊക്കെ സാറേ പണി എന്താണെന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റൂ. ആ ശരി എന്നാ പറയാം. മാധവന്റെ ഗേൾ ഫ്രണ്ട് മാധവന്റെ കല്യാണം. അതാ ഇപ്പൊ വലിയ കാര്യം. അതെ, അതിലല്പ കാര്യമുണ്ട്. ഇത്തരം വിഷയങ്ങളിലെ പുതിയ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളോട് എന്താണ് മാധവന് പറയാനുള്ളത്? അടിച്ചതിന്റെ ഏപ്പിളക്കുകളെയും കഴിവേറി. അതെ അതാണ് പറഞ്ഞേ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട്? ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ, ഒരുപാട് ആൾക്കാരെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. അതെ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. മാറ്റണ്ട. സാരമില്ല, ഡേറ്റ് ഫിക്സ് ചെയ്തു. സമയമാകുമ്പോ ഞാനും എന്റെ കുടുംബവും അറിയിച്ചോളാം. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേര. ഊണ് കഴിച്ച് കുറച്ചു നേരം എതിർത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. ഞാൻ റിലേഷൻഷിപ്പിലാണോ ഇപ്പൊ? ആണോ? അല്ല അല്ല, ഞാൻ കേട്ടത് ആണെന്നാണ്. ജനസംസാരം അങ്ങനെയാ. എനിക്ക് അതിനുള്ള പ്രായമോ പക്വതയോ എത്തിയിട്ടില്ല. ഞാൻ മാധവ് സുരേഷ് 24-ാം വയസ്സിൽ ആ പ്രായത്തിലൂടെ എത്തിയിട്ടില്ല. ആക്കരുത്. ഈ ഏമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? മനസ്സിലായി. അത് തന്നെ പറഞ്ഞത്. ഒരു പാർട്ട്ണറിനെ ഏറ്റെടുക്കാനുള്ള പക്വത എനിക്ക് വന്നാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ബ്രില്യന്റ്. താൻ ആള് കൊള്ളാമല്ലോ, ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. ഏയ് അങ്ങനെയൊന്നുമില്ല. ദിലീപേട്ടന്റെ മോള് മീനാക്ഷിയുടെ പേരിലും ഒക്കെ കുറെ നിങ്ങളുടെ തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു, വിത്ത് ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെയാ വരുന്നത്. സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ചു കൂട്ടിയിട്ട് അതൊക്കെ സത്യമൊന്നും കരുതരുത്. ചിലപ്പോ പാടെ തെറ്റായിരിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്, അത് മനസ്സിലാക്കണം. ഞാനും മീനാക്ഷിയും വളരെ നല്ല ഫ്രണ്ട്സ് ആണ്. ഇത്രേ ഉള്ളൂ വല്യമ്മേ. പെൺകുട്ടികൾ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയ പിന്നെ ചീത്ത വിളിക്കല്ലാണ്ട് എന്താ ചെയ്യാ? ഈ മീനാക്ഷി എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നാലോ? അതെ, നമ്മൾ ഇതിൽ ഇവന്റിൽ വെച്ച് കണ്ടൊരു ഫോട്ടോ ഇട്ടല്ല നേരെ കല്യാണാലോചനയോട്ട് പോകുന്നത്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. ആൾക്കാരുടെ ക്ലിക്സ് അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു 2 സെലിബ്രിറ്റീസിന്റെ മക്കളെ വിവാഹം കഴിക്കുന്നു എന്നുള്ള ന്യൂസ് വരുമ്പോ ആരായാലും ക്ലിക്ക് ചെയ്ത് പോകും. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. പക്ഷെ അതിനുവേണ്ടി മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയുള്ള കള്ളങ്ങൾ വിളമ്പിൽ അതിനൊറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. ഞാൻ കൊള്ളും, എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. മനുഷ്യന്റെ ഒരു പേർപ്പസ് തന്നെ ജെന്യുവൻ ആവും എന്നുള്ളതാണ്. 90% മനുഷ്യരും ജെന്യുവൻ അല്ല. ഡോണ്ട് ഗ്രോ സ്പ്രെഡിങ് ലൈസ്. സത്യം പറയാ, അതാണ് മീഡിയയുടെ ഉത്തരവാദിത്വം. ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ. താനും മെടിക്കടി. താൻ ഒറ്റ ഒരുത്തം കാണാൻ ഇതൊക്കെ ഉണ്ടായത്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചുതരാം. തന്നെ തറവാട്ടുകാരെ മുഴുവൻ ഞാൻ കോടതി കയറ്റും. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. I just wanna love you, love you. ചുണ്ടിൽ തൊട്ട് തൊട്ട് നൽകാം. കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ